ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ മാത്സ് ക്ലാസ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിലെ ഫോർമുലേഷൻ ഓഫ് LPP ആണ് കേട്ടോ കവർ ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം അല്ലേ? ഓക്കെ. A firm produces two different products A and B. Each product has to undergo 3 operations before it takes the final shape. The profit per unit and time required per unit of each product in each operation is tabulated below. The table is here. Look at the table. Here we have given 3 columns. The first column for department. The departments are cutting, mixing and packing, and the second column for time taken by each unit of product A and B in hours. Okay, so അപ്പോൾ 2 പ്രൊഡക്ട്സാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് എയും പ്രൊഡക്റ്റ് ബിയും. ഓക്കെ, അപ്പോൾ ആ 2 പ്രൊഡക്ട്സിനും എടുക്കുന്ന 2 പ്രൊഡക്റ്റിൻ്റെയും ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, കട്ടിങ്ങിന് വേണ്ടിയിട്ട്. അതായത് പ്രൊഡക്റ്റ് എയുടെ ഒരു യൂണിറ്റ് കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം 1 hour, പ്രൊഡക്റ്റ് ബിയുടെ ഒരു യൂണിറ്റിൻ്റെ കട്ടിങ്ങിന് വേണ്ടി എടുക്കുന്ന ടൈം 4 hours. ഓക്കെ, ആൻഡ് ദ മാക്സിമം ടൈം അവൈലബിൾ എന്ന് പറയുന്നത് 24 hours ആണ് കേട്ടോ. ആൻഡ് കട്ടിങ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് മിക്സിംഗ് ആണ്. സോ അപ്പോൾ മിക്സിങ്ങിന് പ്രൊഡക്റ്റ് എയുടെ ഒരു യൂണിറ്റിന് എടുക്കുന്ന ടൈം 3 hours, പ്രൊഡക്റ്റ് ബിയുടെ ഒരു യൂണിറ്റിന് എടുക്കുന്ന ടൈം 1 hour. ആൻഡ് ദ ടോട്ടൽ അവൈലബിൾ അവേഴ്സ് അല്ലെങ്കിൽ മാക്സിമം അവൈലബിൾ അവേഴ്സ് ഈസ് 21 hours ഫോർ മിക്സിങ്. ആൻഡ് തേർഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് പാക്കിംഗ് ആണ്. സോ അപ്പോൾ പാക്കിങ്ങിന് പ്രൊഡക്റ്റ് എയുടെ ഒരു യൂണിറ്റിന് എടുക്കുന്ന ടൈം 1 hour, പ്രൊഡക്റ്റ് ബിയുടെ ഒരു യൂണിറ്റ് എടുക്കുന്ന അവർ 1 hour ആണ്. ആൻഡ് ദ മാക്സിമം ടൈം അവൈലബിൾ ഓഫ് ടൈം എന്ന് പറയുന്നത് പാക്കിങ്ങിന് വേണ്ടിയിട്ട് വരുന്നത് 9 hours ആണ് കേട്ടോ. പിന്നെ പറഞ്ഞിരിക്കുന്നുണ്ട് നെറ്റ് പ്രോഫിറ്റ് ആണ് per യൂണിറ്റ് ഓഫ് ഈച്ച് പ്രോഡക്റ്റ്. ഇത് പ്രൊഡക്റ്റ് എയുടെ ഒരു യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ₹5ഉം പ്രൊഡക്റ്റ് ബിയുടെ ഒരു യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ₹8ഉമാണ്. അങ്ങനെയാണെങ്കിൽ ഫോർമുലേറ്റ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ടേബിൾ ആദ്യം നോക്കുക കേട്ടോ. ഒരു ഫേം 2 പ്രൊഡക്ട്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് എയും ബിയും. അത് 3 ഓപ്പറേഷൻസ് കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ഫൈനൽ ഷേപ്പിലോട്ട് അത് എത്തുന്നത്. 3 പ്രോസസ്സ് ഇതൊക്കെയാണ്: കട്ടിങ്ങും, മിക്സിങ്ങും, പാക്കിങ്ങും. ഓക്കെ, ഈ 2 പ്രൊഡക്ട്സിൻ്റെയും ഓരോ യൂണിറ്റിനെടുക്കുന്ന ടൈം, ഓരോ യൂണിറ്റിനും ഈ 3 പ്രോസസ്സ് എടുക്കുന്ന ടൈം ഇവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ മാക്സിമം അവൈലബിൾ അവേഴ്സും കൊടുത്തിട്ടുണ്ട്. 2 പ്രൊഡക്റ്റിൻ്റെയും ഓരോ യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫോർമുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത് ആണെങ്കിൽ ഫസ്റ്റ് വി വോണ്ട് ടു ഐഡൻറ്റിഫൈ ഇറ്റ്സ് ഡിസിഷൻ വേരിയബിൾസ്. ഇതിൻ്റെ ഡിസിഷൻ വേരിയബിൾസ് ഏത് വരും എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലേ. ഡിസിഷൻ വേരിയബിൾസ് ഏതായിരിക്കും വരുന്നത്? ഈ പ്രൊഡക്ട്സ് 2 പ്രൊഡക്ട്സ് വരുന്നുണ്ട്, എയും ബിയും ആണ്. അതിൻ്റെ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് എ, പ്രൊഡക്റ്റ് എയുടെ എത്ര യൂണിറ്റ്സ് നമുക്ക് ചൂസ് ചെയ്യാം. പ്രൊഡക്റ്റ് എയുടെ എക്സ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. പ്രൊഡക്റ്റ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് ബി, പ്രൊഡക്റ്റ് ബിയുടെ വൈ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് എടുക്കാം. പ്രൊഡക്റ്റ് ബിയുടെ എന്താ ചെയ്യേണ്ടത്? എയുടെ മുകളിൽ എക്സ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് എഴുതുക. ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ മുകളിൽ അത് വൈ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് എഴുതി വെച്ച് വെക്കാം. ഓക്കെ, ആൻസറിലോട്ട് എഴുതുമ്പോഴേക്കും ഈ ടേബിൾ എടുത്തെഴുതിയിട്ട് വേണം കേട്ടോ ആൻസർ ചെയ്യാനായിട്ട്. സോ അപ്പോൾ ഇനി അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പിൽ റൈറ്റ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഹിയർ ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ് അല്ലേ. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ടല്ലേ നോക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? മാക്സിമൈസ് Z ഈക്വൽ ടു സം AX + BY ഫോമാറ്റ്. ഇവിടെ പ്രോഫിറ്റ് എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? പ്രൊഡക്റ്റ് എയുടെ ഒരു യൂണിറ്റിൽ നിന്നും ₹5, പ്രൊഡക്റ്റ് ബിയുടെ ഒരു യൂണിറ്റിൽ നിന്നും ₹8 പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. സോ അപ്പോൾ പ്രൊഡക്റ്റ് എയുടെ ഒരു യൂണിറ്റിൽ നിന്നും ₹5, അപ്പോൾ ₹5 ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് എ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ 5x പ്ലസ് പ്രൊഡക്റ്റ് ബിയുടെ ഒരു യൂണിറ്റിൽ നിന്നും ₹8 കിട്ടുന്നുണ്ട്. അങ്ങനത്തെ y യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ദിസ് ഈസ് 8 × y. ദിസ് ഈസ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ക്ലിയർ?
ഒബ്ജക്റ്റീവ് ഫങ്ഷൻ സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസിനെ എങ്ങനെ എഴുതാം? എളുപ്പമാണല്ലോ. എന്ത് ചെയ്താൽ മതി? ടേബിളിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ റോയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ട് ലീനിയർ ഇക്വേഷൻ ഫോം ചെയ്യും. ഇവിടെ തന്നിരിക്കുന്നു നോക്കാം, മാക്സിമം ടൈം അവൈലബിൾ ആണ്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് ആയിരിക്കും വരുന്നത്. സോ അപ്പോൾ ആദ്യത്തെ കൺസ്ട്രെയിൻ വരുന്നത് 1 × x, ദാറ്റ് ഈസ് x പ്ലസ് 4 × y, ദാറ്റ് ഈസ് 4y. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24. സെക്കൻഡ് കൺസ്ട്രെയിൻ വരുന്നത് 3 × x, 3x plus 1 × y, y less than or equal to 21. And third constraint വരുന്ന പാക്കിങ്ങിന് വേണ്ടിയിട്ട് 1 × x, x plus 1 × y, y less than or equal to 9 hours. And finally the non-negative constraints x greater than or equal to 0 and y greater than or equal to 0. This is the formulation of this LPP problem. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. A tire manufacturing company produces tires of cars and buses. 3 machines A, B, C are to be used for the production of these tires. Machine A and C are available for operations at most 11 hours, whereas machine B must be operated for at least 6 hours a day. The time required for construction of one tire on the 3 machines are given in the following table. ഒരു ടയർ മാനുഫാക്ചറിങ് കമ്പനി കാർ ടയേഴ്സും ബസ് ടയേഴ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 3 മെഷീൻസ് വെച്ചിട്ടാണിത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മെഷീൻ എ, ബി ആൻഡ് സി. ഓക്കെ, മെഷീൻ എയുടെയും സിയുടെയും മാക്സിമം അവൈലബിൾ അവർ എന്ന് പറയുന്ന അറ്റ്മോസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ദാറ്റ് മീൻസ് മാക്സിമം അവൈലബിൾ അവർ എന്ന് പറയുന്നത് 11 അവേഴ്സും മെഷീൻ ബിയുടെ മിനിമം അറ്റ്ലീസ്റ്റ് കൊടുത്തിരിക്കുന്നത് മിനിമം അവൈലബിൾ അവർ പെർ ഡേ എന്ന് പറയുന്നത് 6 അവേഴ്സുമാണ്. ഓക്കെ, കൊടുത്തു വച്ചിരിക്കുന്നത് ഈ 2 ടൈപ്പ് ഓഫ് ടയറും മേക്ക് ചെയ്യാനായിട്ട് ഈ 3 മെഷീൻസ് എടുക്കുന്ന ടൈമാണ്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു ഈ കാർ ടയർ സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 100 rupees പെർ 1 ടയർ. ഓക്കെ, അതുപോലെ തന്നെ ബെസ്റ്റ് ടയർ സെയിൽ ചെയ്യുമ്പോൾ 150 rupees-ആണ് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് ദ കമ്പനി വോണ്ട്സ് ടു നോ ഹൗ മെനി നമ്പേഴ്സ് ഓഫ് ഈച്ച് ഐറ്റം ടു ബി പ്രൊഡ്യൂസ് ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ്. 2 types ഓഫ് ഐറ്റംസ് ആണല്ലോ ഇവിടെ ഉള്ളത്. 2 types ഓഫ് ടയേഴ്സ് ആണുള്ളത്. അത് എത്ര കൗണ്ട് വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ ആ കമ്പനിയുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യും. ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാർ ടയർ മെഷീൻ എ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 3 അവേഴ്സും കാർ ടയർ മെഷീൻ ബി വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന ടൈം 2 hours, മെഷീൻ സി വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന ടൈം 1 hour. അതുപോലെ ബെസ്റ്റ് ടയർ മെഷീൻ എ വെച്ചിട്ട് അതിൻ്റെ പ്രോസസ്സിങ് ടൈം 4 hours ആൻഡ് മെഷീൻ ബിയുടെ പ്രോസസ്സിങ് ടൈം 3 hours and machine C the processing time for making bus tire is 2 hours. ഓക്കെ, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദ അവൈലബിൾ അവേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അവൈലബിൾ അവേഴ്സ് മെഷീൻ എ ആൻഡ് മെഷീൻ സി, എ എന്ന് പറയുന്ന മെഷീൻ്റെയും സി എന്ന് പറയുന്ന മെഷീൻ്റെയും മാക്സിമം അവൈലബിൾ അവേഴ്സ് എന്ന് പറയുന്നത് 11 അവേഴ്സാണ്. ഓക്കെ, ഇത് രണ്ടും 11 അവേഴ്സാണ്. ഇത് മാക്സിമം ആണ് കൊടുത്തിരിക്കുന്നത്, അറ്റ്മോസ്റ്റ്. And here also this is utmost. And machine B യുടെ minimum available hour 6 hours ആണ്. മിനിമം അവൈലബിൾ അറ്റ്ലീസ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ, അറ്റ്ലീസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ് തന്നിരിക്കുന്നത്. ഇനി കൊടുത്തിരിക്കുന്നത് ഈ 2 ടയേഴ്സും സെയിൽ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റാണ്. കാർ ടയറിൽ നിന്നും 100 rupees-ഉം 100 rupees ആൻഡ് ബെസ്റ്റ് ടയറിൽ നിന്നും 150 rupees-ആണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. വി വോണ്ട് ടു ഫോർമുലേറ്റ് ദ LPP പ്രോബ്ലം എങ്ങനെയാണ്. സോ വി വോണ്ട് ടു ഐഡൻറ്റിഫൈ ഇറ്റ്സ് ഡിസിഷൻ വേരിയബിൾസ്. Here we have 2 type of tires, car tire and best tire, and we choose
as the number of car tires equal to X and the number of bus tires equal to Y. Okay, we identified the decision variables. Next we want to write the objective function. Here the objective function is to maximize the profit. So the objective function is maximize z equal to what? ഇവിടെ നോക്കിയേ, കാർ ടയറിൽ നിന്നും 100 rupees പ്രോഫിറ്റും ബസ് ടയറിൽ നിന്നും 150 rupees പ്രോഫിറ്റ് കിട്ടുന്നത്. ഹിയർ വി പ്രൊഡ്യൂസ്ഡ് നമ്പർ ഓഫ് കാർ ടയേഴ്സ് എക്സ് ആൻഡ് നമ്പർ ഓഫ് ബസ് ടയേഴ്സ് ആർ വൈ. സോ what is the objective function? Z equal to some 100 into x plus 150 into y. Okay, 150 into y subject to the constraints എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് കാർ ടയേഴ്സ് ഇവിടെ ഞാൻ എക്സ് എന്ന് എഴുതി. നമ്പർ ഓഫ് ബസ് ടയേഴ്സ് വൈ ആണ്. എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ എളുപ്പമായി ജസ്റ്റ് റോസ് ഇക്വേറ്റ് ചെയ്ത് പോയാൽ മതി കേട്ടോ. സോ അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വന്നു? ആദ്യത്തെ വരുന്നത് 3x plus 4 into y. ഇവിടെ അറ്റ്മോസ്റ്റ് ആണ്, മാക്സിമം 11 hours ആണ്. സോ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11. ആൻഡ് ഹിയർ ദ സെക്കൻഡ് റോ, ഫ്രം ദ സെക്കൻഡ് റോ 2x plus 3y. ഇവിടെ മിനിമം ആണ്, അതിന് അറ്റ്ലീസ്റ്റ് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. അതായത് മിനിമം 6 hours എങ്കിലും നമുക്ക് മെഷീൻ ബി യൂസ് ചെയ്യാം. അതിൽ കൂടുതൽ അവേഴ്സ് വേണമെങ്കിലും അത് യൂസ് ചെയ്യാം. സോ അപ്പോൾ അവിടെ വരുന്ന കൺസ്ട്രെയിൻറ്റ് ഇനീക്വാളിറ്റി എന്ന് പറയുന്ന ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. ആൻഡ് ദ തേർഡ് റോ ദിസ് ഈസ് 1 into x plus 2 into y. It's here the maximum available hour is 11. So this inequality is less than or equal to 11. And the last and final constraints are the non-negativity constraints. They are x greater than or equal to 0 and y greater than or equal to 0. So this is the formulation of LPP problem. Okay, clear on all concept? സോ ഈ 2 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. എനി ഡൗട്ട്സ് നിങ്ങളത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സോ അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ മീറ്റ് ചെയ്യാം കേട്ടോ. സോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.